ഭാരതപ്പുഴയ്ക്ക് വടക്ക് മലബാറിലേക്ക് കുടിയേറിപ്പാർത്ത നസ്രാണി കർഷകർക്ക് മംഗലാപുരം, കോഴിക്കോട് എന്നീ ലത്തീൻ രൂപതകളിൽ നിന്ന് ലഭിച്ചിരുന്ന ആധ്യാത്മിക സേവനം തികച്ചും അപര്യാപ്തമായിരുന്നു. അവർക്കുവേണ്ടി അവിടെ ഒരു രൂപത സ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യകത പ്ലാസിഡച്ചൻ സഭാ അധികാരികളെ അറിയിച്ചു. 1953 കർദിനാൾ ടിസറാങ്ങിൻ്റെ മലബാർ സന്ദർശനവേളയിൽ പ്ലാസിഡച്ചൻ്റെ നേതൃത്വത്തിൽ ഇക്കാര്യം ഒരു അപേക്ഷയായി കർദിനാളിൻ്റെ പക്കൽ സമർപ്പിച്ചു. കേരള സന്ദർശനത്തിന് ശേഷം റോമായിൽ തിരിച്ചെത്തിയ കർദിനാൾ ടിസറാങ് മലബാർ കുടിയേറ്റത്തിൻ്റെ കാര്യം പരിശുദ്ധ പിതാവിനെ അറിയിച്ചു. കാര്യങ്ങൾ ഉടനടി മുന്നോട്ട് നീങ്ങി. അതേ തുടർന്ന് 1953 ഡിസംബർ 31 തലശ്ശേരി രൂപത സ്ഥാപിച്ച് മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവിനെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചു. സീറോ മലബാർ സഭയുടെ മലബാർ മേഖലയിലെ വളർച്ച പിന്നീട് ദ്രുതഗതിയിലായതിന് കാലം സാക്ഷി.